കൽപ്പവൃക്ഷമാണ് തെങ്ങ്. കേരളം എന്ന പേരിനു പോലും നാം തെങ്ങിനോട് കടപ്പെട്ടിരിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാടിന്റെ പെരുമയെത്തിക്കുവാൻ തെങ്ങ് വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഒരു തെങ്ങെങ്കിലും ഇല്ലാത്ത വീട്ടുവളപ്പുകൾ കേരളത്തിൽ ഇല്ലെന്നു തന്നെ പറയാം. ഇളനീർക്കുടങ്ങളുമായി തലയെടുപ്പോടെ മുറ്റത്തു നിൽക്കുന്ന തെങ്ങ് വീടിനൊരു ഐശ്വര്യം തന്നെയാണ്. കായലോരങ്ങളെ തഴുകി നിൽക്കുന്ന തെങ്ങ് നമ്മുടെ നാടിന്റെ സൗന്ദര്യത്തിന്റെ പ്രതീകമാണ്. ഒരു തെങ്ങ് എത്ര കാലം നിലനിൽക്കുന്നുവോ അത്രയും കാലം അത് യാതൊരു ലോഭവും കൂടാതെ നമ്മെ സഹായിച്ചുകൊണ്ടേയിരിക്കും. അതിനാലാണ് നാം ചോദിക്കുന്നതെന്തും തരുന്ന സ്വർഗരാജ്യത്തിലെ കൽപ്പവൃക്ഷമെന്ന പദവി നൽകി തെങ്ങിനെ ആദരിക്കുന്നത്. തെങ്ങിന്റെ സകല ഭാഗങ്ങളും ഉപയോഗപ്രദമാണ്. തേങ്ങ ചേർത്ത കറികളാണ് നമുക്ക് പ്രിയം. വീട്ടിലെത്തുന്ന അതിഥിയെ സൽക്കരിക്കുന്നത് ഇളനീർ നൽകിയാണ്. നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും തെങ്ങിന് സ്ഥാനമുണ്ട്. തെങ്ങ് അടിസ്ഥാന വിളയായുള്ള പുരയിട കൃഷിരീതിയാണ് നമുക്കുണ്ടായിരുന്നത്. തെങ്ങിൻ തോപ്പിലെ സംയോജിത കൃഷിരീതി ഭക്ഷ്യസുരക്ഷയും പോഷക സാമ്പത്തിക ഭദ്രതയും ഉറപ്പാക്കിയിരുന്നു. വിവിധ കാരണങ്ങളാൽ കേരളത്തിൽ നാളികേര കൃഷി പല പ്രതിസന്ധികളും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തെങ്ങ് കൃഷി ചെയ്യുന്ന സ്ഥലവിസ്തൃതിയുടെ കാര്യത്തിൽ മുൻപന്തിയിലാണെങ്കിലും ഉൽപാദനത്തിന്റെ കാര്യത്തിൽ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാടിനും കർണാടകത്തിനും പിന്നിലാണ് കേരനാട്. തേങ്ങയിടാൻ ആളെ കിട്ടാത്തതാണ് കേര കർഷകർ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നം. ഇതോടെ പൊക്കം കുറഞ്ഞ കുള്ളൻ തെങ്ങുകളെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയിരിക്കുകയാണ് നാളികേര കർഷകർ. അതിവേഗം വിളവു തരുന്ന അത്യുൽപാദന ശേഷിയുള്ള കുഞ്ഞൻ തെങ്ങിനങ്ങളെക്കുറിച്ചാണ് ഇത്തവണ കൃഷിദർശൻ ചർച്ച ചെയ്യുന്നത്. ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ പ്രാദേശിക കേന്ദ്രമായി കായംകുളത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലെ പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റായ ഡോക്ടർ റെജി ജേക്കബ് തോമസ് സാറാണ്. സാർ, ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കേരളത്തിന് അനുയോജ്യമായ കുറിയ ഇനം തെങ്ങുകളെ പറ്റിയാണ്. അപ്പോൾ എന്താണ് ഈ കുറിയ ഇനം തെങ്ങുകളുടെ പ്രസക്തി അല്ലെങ്കിൽ പ്രത്യേകത എന്നൊന്ന് സാറിന് വിശദീകരിക്കാമോ? ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമുക്കിന്ന് തെങ്ങ് കയറാനും തേങ്ങ ഇടാനും ആളിനെ കിട്ടാത്തൊരവസ്ഥ വന്നിരിക്കുകയാണ്. മാത്രമല്ല, അവരെ പ്രതീക്ഷിച്ച് ചിലപ്പം ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ കാത്തിരിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ ആൾക്കാരുടെയും ആഗ്രഹം അവർക്ക് തന്നെ 15 വർഷം വരെ ഇടാൻ സാധിക്കുന്ന പൊക്കം കുറഞ്ഞ തെങ്ങ് വയ്ക്കുക. മാത്രമല്ല, വെളിച്ചെണ്ണ വില ഏറെക്കുറെ ഏറ്റക്കുറച്ചിലുകളുണ്ട്. ചിലപ്പോൾ ഇപ്പോൾ കൂടി നിൽക്കുകയാണ്, പക്ഷെ പലപ്പോഴും കുറവ് സംഭവിക്കുന്നു. പക്ഷേ വെളിച്ചെണ്ണയ്ക്കും ഒക്കെ ഉപരിയായിട്ട് നമുക്ക് കരിക്ക് ആണ് നമ്മുടെ വിപണി എന്നെങ്കിൽ നമുക്ക് തേങ്ങയ്ക്ക് കുറച്ചും കൂടെ വില കിട്ടാൻ സാധ്യതയുണ്ട്. മൂല്യവർദ്ധിത വസ്തുക്കൾ ഉണ്ടാക്കാനും ഈ കുറിയനം തെങ്ങുകളിൽ നിന്നൊക്കെ നമുക്ക് സാധിക്കും. അപ്പം അങ്ങനെ നോക്കുമ്പോൾ കർഷകർക്ക് എപ്പോഴും നെടിയനത്തെ അപേക്ഷിച്ച് കുറിയനങ്ങൾ നടാനാണ് താല്പര്യം. ഇപ്പോൾ CPCRL തന്നെ വരുന്ന ഡിമാൻഡ്സിൽ 80% പേർക്കും കുറിയനം തൈകൾ മാത്രം മതി. അത് ഈ തെങ്ങി കയറാൻ അല്ലെങ്കിൽ ആളിനെ കിട്ടാത്തുള്ള പ്രയാസം കൊണ്ട് മാത്രമാണോ അതോ അതിന്റെ പ്രത്യേകതകൾ കൊണ്ടാണോ? നമുക്ക് രണ്ടുമുണ്ട്. ആളിനെ കിട്ടാനുള്ള പ്രയാസവുമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീട്ടുമുറ്റത്ത് തന്നെ ഇപ്പം സ്ഥലവ്യാപ്തി വിസ്തൃതി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടുമുറ്റത്ത് ഒരു 2-3 തെങ്ങ് അത് നമുക്ക് കാഴ്ചയെ തന്നെ അത് കാഴ്ച നിൽക്കുക. പിള്ളേർക്കാണെങ്കിലും അല്ലെങ്കിൽ വീട്ടമ്മമാർക്ക് തന്നെ അതിൽ നിന്ന് വിളവെടുക്കാനൊക്കെ ഒരു സാഹചര്യം അത് കുറിയനങ്ങൾ കൊണ്ട് മാത്രമേ പറ്റുകയുള്ളൂ. മാത്രമല്ല, ഇത് നേരത്തെ പുഷ്പിക്കും. സാധാരണ നെടിയനം ഒരു 6-7 വർഷം ഒക്കെ എടുക്കും നമുക്ക് കായ്ഫലത്തിലേക്ക് എത്താൻ. കുറിയനം തെങ്ങുകൾ നല്ലപോലെ പരിചരിക്കുകയാണെങ്കിൽ 3-ാം വർഷം നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് 6-7 വർഷമൊന്നും കാത്തിരിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെയാണ് ആൾക്കാർക്ക്, പ്രത്യേകിച്ച് കർഷകർക്ക്, കുറിയനം തെങ്ങുകൾ കൃഷി ചെയ്യാൻ താല്പര്യം ഇപ്പോൾ കൂടുതൽ കാണിക്കുന്നത്. ഈ നെടിയ ഇനങ്ങളും കുറിയ ഇനങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം ഈ ഉയരക്കുറവ് മാത്രമാണോ അതോ കായ്കളിലുള്ള വ്യത്യാസമുണ്ടോ? ഇപ്പോൾ നെടിയനങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ സാധാരണ നെടിയനങ്ങൾ 80-100 വർഷം വരെയൊക്കെ കായ്ഫലം തരുന്നുണ്ട്. അപ്പോൾ കുറിയനം ഒരു 40, 50, 60 വർഷം വരെ ഉള്ളൂ. എങ്കിൽ പോലും നമുക്ക് നേരത്തെ കായ്ക്കുന്നു. മാത്രമല്ല, അതിൻ്റെ പൊക്കം വയ്ക്കുന്നത് ഇപ്പോൾ നെടിയനങ്ങളൊരു വർഷം ശരാശരി 1.5 അടി പൊക്കം വയ്ക്കുക എന്നൊരു കണക്കാണുള്ളത്. ഇപ്പോൾ ഒരു വർഷം 1.5 അടി പൊക്കം, 45 സെൻറ്റിമീറ്റർ. കുറിയനം അങ്ങനെ നോക്കുമ്പോഴേക്കും ഒരു വർഷം ശരാശരി ഒരു 15 അല്ലെങ്കിൽ 25 സെൻറ്റിമീറ്റർ, ഒരടിയിൽ താഴെ മാത്രമേ പൊക്കം വയ്ക്കുന്നുള്ളൂ. അപ്പോൾ ചാവക്കാടൻ കുറിയ പച്ച എന്ന കുറിയനം നമുക്കൊരു
10 വർഷം കൊണ്ട് ഒരു 5 അടി 6 അടി പൊക്കം, 20 വർഷം ആയപ്പോലും നമുക്കൊരു 2 ആൾ പൊക്കത്തിൽ നമുക്കത് കിട്ടും. പക്ഷെ നെടിയനം അതല്ല, നമുക്ക് ഓരോ വർഷവും 1.5 അടി പൊക്കം വെച്ച് നമുക്കൊരു 10 വർഷം കൊണ്ട് അതിന് ഈ പറയുന്നത് പോലെ നമുക്ക് 20-25 അടിയൊക്കെ പൊക്കം വെച്ചെന്നിരിക്കും. സാർ, പ്രധാനപ്പെട്ട കുറിയ ഇനങ്ങൾ, കേരളത്തിന് യോജിച്ച കുറിയ ഇനങ്ങൾ, അവയുടെ പേരുകളും അവയുടെ പ്രത്യേകതകളും എന്തൊക്കെയാണെന്ന് സാർ ഒന്ന് വിശദീകരിക്കാമോ? അപ്പോൾ പ്രധാനമായിട്ടും ഈ സ്ഥല പേരുകളോടനുബന്ധിച്ചാണ് നമുക്ക് കുറിയ ഇനങ്ങൾക്കും പേര് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കേരളത്തിൽ തന്നെയുള്ള ഗുരുവായൂരിനടുത്ത് ചാവക്കാട് മേഖലയിലുള്ള ഒരു പ്രദേശത്തെ ആസ്പദമാക്കി ചാവക്കാടൻ കുറിയ പച്ച, ചാവക്കാടൻ കുറിയ ഓറഞ്ച്. അപ്പോൾ ചാവക്കാടൻ കുറിയ പച്ചയ്ക്ക് നമ്മൾ കപ്പത്തെങ്ങ്, 18-ാം പട്ട എന്ന് പറയും. ചാവക്കാടൻ ഓറഞ്ചിന് ചെന്തെങ്ങ്, ഗൗരീഗാത്രം എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് കേരളത്തിനെ കാറ്റുവീഴ്ചയുള്ള തിരുവനന്തപുരം തൊട്ട് തൃശ്ശൂർ വരെയുള്ള ഒരു മേഖല പ്രത്യേക ഒരു മേഖലയായിട്ട് കണക്കാക്കുകയാണെങ്കിൽ ആ പ്രദേശത്തേക്ക് അനുയോജ്യമായ കുറിയനം തെങ്ങുകളുണ്ട്. അതേപോലെ കാറ്റുവീഴ്ചയില്ലാത്ത വടക്കൻ ജില്ലകളുണ്ട്. അപ്പം മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, വയനാട് ഈ പ്രദേശങ്ങളിലേക്ക് നമുക്ക് കാറ്റുവീഴ്ച അവിടെ ഒരു പ്രശ്നമേ ഇല്ല. അവിടെ ഈ കാറ്റുവീഴ്ച ബാധിത പ്രദേശത്ത് നമ്മൾ ശുപാർശ ചെയ്യുന്ന ഇനത്തേക്കാൾ കൂടുതൽ ഉൽപ്പാദനക്ഷമതയുള്ള കുറിയന തെങ്ങുകളുണ്ട്. അപ്പോൾ ഞാനത് വിശദീകരിക്കാം. ഇപ്പോൾ കാറ്റുവീഴ്ച ബാധിത പ്രദേശത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ഒരു 15 വർഷം 20 വർഷം കൃഷി ചെയ്താൽ പോലും രോഗം കുറവായിരിക്കും. സാർ, നമുക്കൊരു കോളുണ്ട്. ആരാണ് വിളിക്കുന്നത്? ഹലോ. ഹലോ. പേര് പറയുമോ? എന്റെ പേര് മുഹമ്മദ് കോയ. എവിടുന്നാ വിളിക്കുന്നത്? ലക്ഷദ്വീപ് നിന്നാണ്. ശരി, ചോദ്യം ചോദിച്ചോളൂ. സാറേ, ഈ ചെറിയ കുറുകിയ ഇനം തെങ്ങുകളുണ്ട്, അതിന്റെ തേങ്ങ വിത്ത് എവിടെ നിന്നാ കിട്ടുക? അപ്പൊ നിങ്ങൾ ലക്ഷദ്വീപിൽ നിന്ന് ഏത് സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നതെന്ന് പറയാമോ? ഏത് ദ്വീപിൽ നിന്നാണ്? അമേനി ദ്വീപിൽ നിന്ന്. അമിനി ദ്വീപ്. അപ്പോൾ അവിടെ നമുക്ക് മിനിക്കോയ് എന്ന ദ്വീപുണ്ടല്ലോ. മിനിക്കോയ് ദ്വീപിൽ ഈ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രാദേശിക കേന്ദ്രമുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെടുക. അല്ലെങ്കിൽ നിങ്ങൾ ഈ കേരളത്തിൽ വരുമ്പോൾ, കൊച്ചിയിലൊക്കെ വരുമ്പോൾ, നാളികേര വികസന ബോർഡിൻ്റെ ഫാമുണ്ട് നേര്യമംഗലത്ത്. അതല്ല, ഞങ്ങളുടെ സ്ഥാപനം ഈ പറയുന്ന കൊച്ചിയിൽ നിന്ന് ഒരു 100 കിലോമീറ്റർ മാത്രം ദൂരമുള്ളൂ. അപ്പോൾ ഈ മിനിക്കോയ് ദ്വീപിൽ ബന്ധപ്പെടുകയാണെങ്കിൽ, CPCRയുടെ പ്രാദേശിക കേന്ദ്രവുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ലക്ഷദ്വീപിലേക്ക് അനുയോജ്യമായിട്ടുള്ള കുറിയനം തെങ്ങിൻ്റെ തൈകൾ അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭ്യമാണ്. ഉത്തരം കിട്ടിയല്ലോ മുഹമ്മദ്. ചോദ്യം ചോദിച്ചതിന് നന്ദി. അപ്പോൾ അതൊരു നല്ല പ്രസക്തമായൊരു ചോദ്യമാണ്. കാരണം ഈ കുറിയ ഇനം എന്ന് പറയുമ്പോഴത്തേക്ക് ഇനങ്ങൾ ഏതൊക്കെയാണെങ്കിലും അതിൻ്റെ തൈ കർഷകർക്ക് കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ആ ഇനങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഞാനത് ഒന്നുകൂടെ തുടരാം. അപ്പോൾ കാറ്റുവീഴ്ച ബാധിത പ്രദേശത്ത് കാറ്റുവീഴ്ച രോഗം കുറവായിരിക്കണം. അപ്പോൾ സാധാരണഗതിയിൽ നെടിയ ഇനങ്ങൾക്ക് നമുക്കൊരു 20 വർഷം അല്ലെങ്കിൽ 30 വർഷം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു 100 തേങ്ങയാണെങ്കിൽ കാറ്റുവീഴ്ച വന്നു കഴിഞ്ഞാൽ കാലക്രമേണ നമുക്കിത് ആദായം 50, 40, 30, 10, അപ്പോൾ ഒന്നും നമ്മൾ പരിചരണം കൊടുക്കാതെയും ആവും. അപ്പോൾ അങ്ങനെ ഒരു അവസരത്തിൽ കാറ്റുവീഴ്ച ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്നൊരവസ്ഥയിൽ കൂടുതൽ ഉൽപ്പാദനം തരുന്ന ഇനങ്ങൾ വേണം. നമ്മൾ തെങ്ങ് മുറിച്ചു മാറ്റുന്നു, വീണ്ടും കാറ്റുവീഴ്ച വരുന്ന ഇനങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ തൈകൾ വെക്കുന്നതിന് പകരം രോഗം കുറവുള്ള ഇനങ്ങളുടെ തൈകൾ വേണം വെക്കാൻ. അപ്പോൾ അങ്ങനെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായിട്ട് CPCRA തന്നെ 2 കുറിയ ഇനങ്ങളാണ് കാറ്റുവീഴ്ച ബാധിത പ്രദേശത്തേക്കായിട്ട് ശുപാർശ ചെയ്യുന്നത്. അത് ചാവക്കാടൻ കുറിയ പച്ചയിൽ നിന്ന് വികസിപ്പിച്ചെടുത്ത കൽപ്പശ്രീ എന്ന ഇനവും മലയൻ കുറിയ പച്ചയിൽ നിന്ന് ഉരുത്തിരിച്ചെടുത്ത കൽപ്പരക്ഷ. ഇതിൻ്റെ 2ൻ്റെയും തൈകൾ ഞങ്ങളുടെ പ്രാദേശിക കേന്ദ്രം അല്ല, ഇത് കുറിയ ഇനം മാത്രമാണ്. അതേസമയം നമ്മൾ വടക്കൻ ജില്ലകളിലേക്ക് ആ മേഖല എടുക്കുകയാണെങ്കിൽ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ഈ പ്രദേശത്തേക്കൊക്കെ ആണെങ്കിൽ കാറ്റുവീഴ്ച അവിടെ പ്രശ്നമേ അല്ല. അവിടെ മലയൻ കുറിയ ഓറഞ്ച്, അതിൽ നിന്നുള്ള കൽപ്പ ജ്യോതി, അതേപോലെ തന്നെ മലയൻ മഞ്ഞയിൽ നിന്നുള്ള കൽപ്പ സൂര്യ, അതേപോലെ തന്നെ അവിടെയും മലയൻ കുറിയ പച്ച, കൽപ്പ ഹരിത എന്ന പേരിൽ അവിടെ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ കരിക്കിന് വേണ്ടി മാത്രമായിട്ട് ചാവക്കാടൻ ഓറഞ്ചും ഇറക്കിയിട്ടുണ്ട്, അതായത് ഗൗരീഗാത്രം. മാത്രമല്ല, നമുക്ക് ഇന്ത്യയിൽ തന്നെ എല്ലാ പ്രദേശത്തിനും അനുയോജ്യമായിട്ടുള്ള ഒരു കുറിയനം, കരിക്കിന് അനുയോജ്യമായിട്ടുള്ള ഇനമാണ് ഗംഗബോധം. അത് നമുക്ക് കൃഷി ചെയ്യാവുന്നതാണ്. പക്ഷെ കാറ്റുവീഴ്ച ബാധിത പ്രദേശത്തേക്കായിട്ട് നമ്മൾ മറ്റൊന്നും കൃഷി ചെയ്യരുത്. ഈ 2 ഇനങ്ങൾ ചാവക്കാട് കുറിയ പച്ചയും മലയൻ കുറിയ പച്ചയും വേണം നമ്മൾ തിരഞ്ഞെടുത്ത് നടാനായിട്ട്. സാർ, ഒരു കോളുണ്ട്. ഹലോ. പേര് പറഞ്ഞോളൂ. മോഹൻ. മോഹൻ, എവിടുന്നാ വിളിക്കുന്നത് മോഹൻ? ഞാനിത് പുളിക്കീഴ്, തിരുവല്ലായിന്ന്. ചോദ്യം ചോദിച്ചോളൂ. ഹലോ റജി സാറേ. പറഞ്ഞോട്ടെ. സാറേ, ഞാൻ നമ്മുടെ ഇവിടെ ഇപ്പൊ ഈ CPCRയുടെ തെങ്ങുന്നതെന്നും പറഞ്ഞ് ഡ്യൂപ്ലിക്കേറ്റ് ഒത്തിരി വരുന്നുണ്ട്. ഈയിടെ ഓർഡർ എടുക്കാൻ ഒരു പാർട്ടി വന്നിരുന്നു കേട്ടോ.
അന്നേരം ഞാൻ പറയുന്നത് അങ്ങനെ അതിനൊരു പ്രത്യേക ഒരു അന്വേഷണം വേണമെന്നാ എന്റെ അഭിപ്രായം. അതെ അതെ, അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കാം. അപ്പോൾ CPCRIയുടെ പേരിൽ ഈ വ്യാജ തൈകൾ ഓർഡർ പിടിക്കുകയും വ്യാജ തൈകൾ കൊടുക്കുകയും ചെയ്യുന്നതായിട്ട് ഞങ്ങളുടെ മുന്നിൽ അത് വന്നിട്ടുണ്ട്, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ CPCRIയുടെ തൈകൾക്ക് ഒരു QR കോഡെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു പ്രത്യേക കോഡിംഗ് ആണ്. അത് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ CPCRIയിൽ നിന്ന് വാങ്ങിയ തൈയാണ്. മാർച്ച് നമുക്ക് സപ്ലൈ ഉണ്ടല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. എനിക്കൊരു കുറച്ച് തൈ വേണമായിരുന്നു, ഞാനത് അവിടെ വന്ന് ബുക്ക് ചെയ്തോളാം. ആയിക്കോട്ടെ, മാർച്ചിലൊന്ന് ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള തൈകൾ നമുക്ക് ജൂണിൽ തരാൻ സാധിക്കും. ഞാൻ എന്തായാലും അങ്ങോട്ട് എത്തിക്കോളാം. ചോദ്യം ചോദിച്ചതിനും നന്ദി മോഹൻ. ഓക്കെ, താങ്ക്സ്. മോഹൻ വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ചോദിച്ചത്. കാരണം അങ്ങനെ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനത്തിന്റെ പേരിൽ അതൊരു തട്ടിപ്പായിട്ട്. അതെ, കാരണം ഇപ്പോൾ നമുക്കറിയാം മണ്ണുത്തി തൃശ്ശൂർ ജില്ല നമ്മുടെ കാർഷിക സർവകലാശാലയുടെ സ്ഥാപനമാണ്, കേന്ദ്രം ആസ്ഥാനം അവിടെയാണ്. അവർ ആ പേര് പറഞ്ഞ് തൃശ്ശൂരിൽ നിന്നുള്ള ഫാമാന്ന് പറഞ്ഞ് എല്ലാവിധ തൈകളും, അപ്പം തെങ്ങും സങ്കരയിനം അങ്ങനെ അതിൽ നമുക്ക് തടയിടാൻ വേണ്ടിയിട്ട് QR കോഡ്, ആ QR കോഡ് ഉള്ള തൈകൾ മാത്രമാണ് CPCRIയുടെ കായംകുളം കേന്ദ്രത്തിൽ നിന്നും ഇനി അടുത്ത വർഷം തൊട്ട് കാസർഗോഡ് നിന്നും വിൽക്കാൻ പോകുന്നത്. അപ്പോൾ ആ ലേബിൾ ആ കോഡ് ഉണ്ടാവും. ആ കോഡ് കർഷകൻ എങ്ങനെ തൈ വാങ്ങിക്കുമ്പോൾ തന്നെ അതിലൊരു കോഡ് ഉണ്ടാവും. ആ കോഡ് എന്തെങ്കിലും ഡാമേജ് ചെയ്യുകയാണെങ്കിൽ കോഡ് നമ്മളിപ്പം ഈ ഇടയ്ക്ക് പത്രങ്ങൾ പരസ്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ഒരു QR കോഡ് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ഇതിന്റെ പാട്ട് കേൾക്കാം എന്ന് പറഞ്ഞ പോലെ ഒരു QR കോഡ് ആ തൈയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. ലേബൽ മഴ വന്നാൽ പോലും മാഞ്ഞു പോകാത്ത രീതിയിൽ ലാമിനേറ്റഡ് ആയിട്ടുള്ള ഒരു കോഡിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ കോഡ് നമ്മൾ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ CPCRIയുടെ സൈറ്റിൽ പോയി ഇത് ഏത് ഇനത്തിൻ്റെ തൈയാണ്, ഇതിൻ്റെ ഗുണം എന്തൊക്കെയാണ്, ഞങ്ങൾ പറ്റുവാണെങ്കിൽ അതിനൊരു നമ്പറും കൊടുക്കും. അപ്പോൾ ഞങ്ങൾ തന്നെ ഞങ്ങളുടെ തൈകളാണോ എന്ന് അവർക്ക് അറിയാനും സാധിക്കും. അത് വളരെ നല്ല ഒരു കാര്യമാണ്. കാരണം കർഷകരെ അത് ചതിക്കപ്പെടാതിരിക്കാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമായിട്ടാണ്. അപ്പം നമ്മൾ പറഞ്ഞത് കാറ്റ് വീഴ്ച ഉള്ള പ്രദേശത്തുള്ള ഇനങ്ങളും കാറ്റ് വീഴ്ച ഇല്ലാത്ത പ്രദേശത്തുള്ള ഇനങ്ങളും. സാധാരണ ഈ ഇനങ്ങൾ കണ്ടാൽ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും? അപ്പോൾ കുറിയന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിൻ്റെ വളർച്ചാ നിരക്ക് സാധാരണ ചാവക്കാടൻ പച്ച ഒരു വർഷം ശരാശരി അരയടി പൊക്കം 15 സെൻറ്റിമീറ്റർ പൊക്കമാണ് വെക്കുന്നതെങ്കിൽ നെടിയനം ഒരു 45 സെൻറ്റിമീറ്റർ 1.5 അടി പൊക്കം വെക്കാറുണ്ട്. അപ്പോൾ കുറിയനങ്ങൾ ഏറെക്കുറെ 15 സെൻറ്റിമീറ്റർ തൊട്ട് 30 സെൻറ്റിമീറ്റർ വരെയാണ്. അപ്പോൾ നമ്മളൊരു 10 വർഷം പ്രായമായ ഒരു കുറിയനം തൈ നോക്കുകയാണെങ്കിൽ ആ വളർച്ചാ നിരക്ക് കൊണ്ട് തന്നെ നമുക്കറിയാൻ സാധിക്കും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ തടിയുടെ വണ്ണം താഴെ തൊട്ട് മുകളിൽ വരെ ഒരേ വണ്ണമായിരിക്കും. അപ്പോൾ സിലിണ്ടറിക്കൽ എന്ന് പറയും, ഒരു കുഴലിൻ്റെ പരുവം മാത്രമായിരിക്കും. നെടിയനത്തിന് താഴെ ഒരു ബോൾ, ഇംഗ്ലീഷിൽ ബോൾ എന്ന് പറയും, അല്ലെങ്കിൽ പൊറ്റൻ എന്ന് പറയും. ആ പൊറ്റൻ നമുക്ക് വ്യക്തമായിട്ട് കാണാം. അപ്പോൾ പൊറ്റനുള്ള തേങ്ങ ഒരു കാരണവശാലും കുറിയനത്തിന്റെ ആ ഗണത്തിൽ ഉരുണ്ട വലുപ്പത്തിലായിട്ടിരിക്കുന്ന ഒരു കടഭാഗം. അതെ, മാത്രമല്ല ഈ നെടിയനത്തിൽ നമ്മൾ ഈ ഓല അടർന്നു പോയ പാടുകൾ അത്ര വ്യക്തമായിരിക്കില്ല ഒരു 30 വർഷം 40 വർഷമൊക്കെ ആയിക്കഴിഞ്ഞാൽ. പക്ഷെ കുറിയനത്തിൽ എത്ര വയസ്സ് പ്രായമായെന്ന് പറഞ്ഞാലും ഈ ഓല അടർന്ന പാടുകൾ വളരെ കൃത്യമായിട്ട് നമുക്കത് കാണാൻ സാധിക്കും. മാത്രമല്ല ഓല അടർന്ന പാടുകൾ വളരെ അടുത്തടുത്തായിരിക്കും. അപ്പോൾ ഏറെക്കുറെ 1 മീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു 35-നും 50-നും ഇടയ്ക്ക് ഓല അടർന്നു പോയ പാടുകൾ നമുക്ക് എണ്ണി തന്നെ തിട്ടപ്പെടുത്താൻ പറ്റും. ഇപ്പോൾ ചാവക്കാടൻ പച്ചയിലൊക്കെ ആണെങ്കിൽ ഒരു 45 വരെ ഓല അടർന്ന പാട് 1 മീറ്ററിനകത്ത് നമുക്ക് കിട്ടും. ഒരു ഓല അടർന്ന പാടും അടുത്ത ഓല അടർന്ന പാടും തമ്മിൽ ഒരു 2 സെൻറ്റിമീറ്റർ മാത്രമേ അതിൻ്റെ ആ വ്യത്യാസമുള്ളൂ. നെടിയനങ്ങളിൽ അതൊരു 10 സെൻറ്റിമീറ്റർ. അപ്പം 1 മീറ്ററിൽ നമുക്കൊരു 10-12 ഓല അടർന്ന പാട് മാത്രമേ കിട്ടുകയുള്ളൂ. സാർ, ഒരു കോള് നമ്മളെ വെയിറ്റ് ചെയ്യുന്നു. ആരാണ് വിളിക്കുന്നത്? ഹലോ. പേര് പറയോ? PJ ആന്റണി. ഞാൻ കൊരട്ടി തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വിളിക്കുന്നത്. ചോദ്യം ചോദിച്ചോളൂ. ഞാനൊരു 10-23 വർഷം മുമ്പ് എന്റെ ഭാര്യയുടെ അച്ഛൻ അപ്പച്ചൻ തെങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു. ആയിക്കോട്ടെ. പക്ഷെ ഇതുവരെ അത് കാഴ്ചയില്ല. പക്ഷെ അതിനകത്ത് ഈ അടുത്ത ഒരു 2 വർഷം ഒരു ചൊട്ട പൊട്ടി. പിന്നെ പോയി. ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുണ്ട്. അതെന്താ അപ്പോൾ ഇത് മനസ്സിലായി. തെങ്ങ് വെച്ചു ഒരു 10-20 വർഷമായിട്ട് അത് കായ്ച്ചില്ല. ഇപ്പോൾ കായ്ച്ചു 2-3 ചൊട്ടയാണുള്ളത്. അപ്പോൾ ഇത് പ്രധാനമായിട്ടും തെങ്ങ് സൂര്യപ്രകാശം ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു വിളയാണ്. അപ്പോൾ നമ്മുടെ പുരയിട കൃഷിയാകുമ്പോൾ അതിനകത്ത് വാഴയുണ്ട്, ഈ പറഞ്ഞ പ്ലാവുണ്ട്, മാവുണ്ട്, തേക്കുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ തെങ്ങും വയ്ക്കും. അപ്പോൾ ആവശ്യത്തിനുള്ള സൂര്യപ്രകാശം കിട്ടാതെ വരുന്നു. പിന്നെ നമ്മൾ നടുകയാണ് ചെയ്യുന്നത്, നമ്മളിത് കൃഷി ചെയ്യുകയല്ല ചെയ്യുന്നത്. ഇതങ്ങ് തന്നെ വളരുകയാണ്. പക്ഷേ നമ്മൾ ശാസ്ത്രീയമായിട്ട് നമുക്ക് രാസവളം കൊടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ജൈവവളമാണെങ്കിലും മഴയില്ലാത്തപ്പോൾ നമുക്ക് അത്യാവശ്യം നനച്ചൊക്കെ കൊടുക്കണം. പൊതയിടുക, നനയ്ക്കുക,
അങ്ങനെ നല്ല കർഷകർ തീർച്ചയായിട്ടും എല്ലാവിധ പരിപാലനവും നടത്തുമ്പോഴാണ് നമ്മൾ ഈ പറയുന്നത് പോലെ നെടിയിനങ്ങൾ 6-ാം വർഷം കായ്ക്കുന്നത്. പരിപാലനത്തിൽ നമ്മൾ കോട്ടം വരുത്തുമ്പോൾ ഇതിൻ്റെ കായ്ഫലത്തിലേക്ക് എത്താനായിട്ട് താമസം വരുന്നു. അത് എത്രമാത്രം കുറവ്, സൂര്യപ്രകാശം കുറവ് കിട്ടുന്നു അത്രമാത്രം താമസിച്ചായിരിക്കും ഇത് വിളവെത്തുന്നത്. പിന്നെ ഇതൊക്കെ ആണെങ്കിൽ പോലും ചിലത് ആൺമരം എന്നുള്ള രീതി വരും. പൂങ്കുല വന്നാൽ പോലും മച്ചിങ്ങ പൊതുവെ കുറവായിരിക്കും. അപ്പോൾ അത് പ്രധാനമായിട്ടും ഈ പറയുന്നത് പോലെ ചിലത് ഈ ജനറ്റിക്കായിട്ട് തന്നെ അതിൻ്റെ ജനിതകമായിട്ട് തന്നെ ശേഷി അത് വളരെ അപൂർവം, 1000-ൽ 1-2 മാത്രമേ അങ്ങനെയൊക്കെ വരികയുള്ളൂ. അല്ലാതെ വരുന്നത് പൊതുവെ പൊട്ടാഷിൻ്റെ ഒക്കെ കുറവ് അല്ലെങ്കിൽ ബോറോൻ്റെ എന്ന മൂലകത്തിൻ്റെ കുറവ് മാത്രം. അപ്പോൾ അത് നമ്മൾ കൂട്ടി കൊടുക്കുകയാണെങ്കിൽ നമുക്കിത് ഈ അടുത്ത 2 വർഷത്തിനകത്ത് നമുക്കിത് കായ്ഫലത്തിലേക്ക് എത്തിക്കാനും കൂടുതൽ മച്ചിങ്ങ പിടിപ്പിക്കാനും ഒക്കെ സാധിക്കും. മനസ്സിലായോ ചോദ്യത്തിൻ്റെ ഉത്തരം? ഹലോ, കട്ടായിപ്പോയി. ചോദ്യം ചോദിച്ചതിന് നന്ദി. കട്ടായെന്ന് തോന്നുന്നു. നമുക്ക് കൃഷിദർശനിൽ ഒരു ചെറിയ ഇടവേള എടുക്കാം. കൃഷിദർശൻ തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:30, വെള്ളിയാഴ്ചകളിൽ വൈകുന്നേരം 5:00. കുറിയ ഇനം തെങ്ങുകൾ 5-7 മീറ്റർ ഉയരത്തിൽ വളരും. നേരത്തെ കായ്ക്കും. തടിക്ക് വണ്ണം കുറവാണ്. തടിയിൽ ഇലപ്പാടുകൾ വളരെ അടുത്തടുത്ത് കാണാം. പൂർണ്ണ വളർച്ചയെത്തിയ ഓലയ്ക്ക് വളരെ അപൂർവമായി മാത്രമേ 4 മീറ്ററിലധികം നീളം കാണാറുള്ളൂ. 3-4 വർഷത്തിനുള്ളിൽ കായ്ക്കും. സമൃദ്ധമായി കായ്ക്കുമെങ്കിലും തേങ്ങ ചെറുതാണ്. ഈ ഇനത്തിൽ നിന്നും ലഭിക്കുന്ന കൊപ്ര നെടിയ തെങ്ങിനങ്ങളിൽ നിന്നും കിട്ടുന്ന കൊപ്രയോളം ഗുണമേന്മ ഉള്ളതല്ല. അതിനാൽ അലങ്കാരത്തിനും കരിക്കിന്റെ ഉപയോഗത്തിനും മാത്രമായിട്ടാണ് ഉപയോഗിച്ചു വരുന്നത്. കൊമ്പൻ ചെല്ലി, ചെമ്പൻ ചെല്ലി എന്നിവയുടെ ഉപദ്രവം നെടിയ ഇനങ്ങളെ അപേക്ഷിച്ച് കുറിയ ഇനങ്ങളിൽ കൂടുതലായി കണ്ടുവരുന്നു. നെടിയ ഇനവും കുറിയ ഇനവും തമ്മിൽ സങ്കരണം നടത്തി ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര ഇനം തെങ്ങുകൾ നേരത്തെ കായ്ക്കുകയും കൂടുതൽ തേങ്ങ നൽകുകയും ചെയ്യും. മുറ്റത്തൊരു കുള്ളൻ തെങ്ങ് കാഴ്ചയ്ക്ക് കൗതുകവും ആദായകരവുമാണ്. ഗുണനിലവാരമുള്ള തെങ്ങിൻ തൈകൾ ലഭിക്കുവാൻ താഴെ പറയുന്ന സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRI കായംകുളം. ഫോൺ 047924422104. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ്. ഫോൺ 049942329894. പ്രാദേശിക കൃഷി ഗവേഷണ കേന്ദ്രം RARS പീലിക്കോട്. ഫോൺ 046722606332. തെങ്ങ് ഗവേഷണ കേന്ദ്രം CRS ബാലരാമപുരം. ഫോൺ 0471231714. ഇൻസ്ട്രക്ഷണൽ ഫാം കാർഷിക കോളേജ് വെള്ളായണി. മൊബൈൽ 9447205996. നമുക്ക് ചർച്ചയിലേക്ക് തിരിച്ചു വരാം. നമ്മൾ പറഞ്ഞിട്ടുവന്ന ഇനങ്ങളെക്കുറിച്ചുള്ള പടങ്ങൾ ഒന്ന് വ്യക്തമാകുന്ന രീതിയിൽ സാർ ഒന്ന് കാണിക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന 2 കുറിയ ഇനങ്ങളുണ്ട്. ചാവക്കാടൻ കുറിയ ഓറഞ്ചും ചാവക്കാടൻ കുറിയ പച്ചയും. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം കുറിയതാണ് കളർ, തേങ്ങയുടെ കളറിൽ മാത്രം വ്യത്യാസം. പിന്നെ ഓല മടലിൻ്റെ കളറിൽ, ഓല മടലിലും ഈ പറയുന്ന പോലെ ഒന്ന് ഓറഞ്ച് ചിത്രത്തിൽ കാണുന്ന പോലെ ഇത് ഓറഞ്ച്, ചാവക്കാടൻ ഓറഞ്ച്, ഗൗരി ഗാത്രം, ഗൗരിയുടെ കളർ ശരീരത്തിൻ്റെ നിറമാണുള്ളത്. ഇത് ചാവക്കാടൻ കുറിയ പച്ച. ഇതാണ് കാറ്റുവീഴ്ച ബാധിത പ്രദേശത്തേക്കായിട്ട് ഞങ്ങൾ ശുപാർശ ചെയ്യുന്നത്. ഇത് കൂടാതെ ഇത് ഗംഗബോന്തം എന്ന ഇനമാണ്. ഗംഗബോന്തം എന്ന ഇനത്തിൻ്റെ പ്രത്യേകത അതിൻ്റെ തേങ്ങ കപ്പളങ്ങയുടെ ആകൃതിയിലാണ് ഉണ്ടാവുക. അത് കാണാം ഇവിടെ തന്നെ. പിന്നെ ഇനിയുള്ളത് നമുക്ക് മലയൻ കുറിയ പച്ച. സാധാരണ ചാവക്കാടൻ പച്ചയെ അപേക്ഷിച്ച് മലയൻ പച്ചയ്ക്ക് തേങ്ങ വലിപ്പം കൂടുതലാണ്. ചാവക്കാടൻ കുറിയ പച്ചയിൽ നമുക്കൊരു 100-ൽ താഴെയാണ് കൊപ്രയുടെ തോതെങ്കിൽ ഇതിലൊരു 175-150 ഗ്രാം വരെ കൊപ്ര മലയൻ പച്ചയ്ക്ക് നാടൻ്റെ ഒപ്പം നമുക്ക് കിട്ടും.
ഇത് നമുക്ക് മലയൻ മഞ്ഞ, ഇത് നമുക്ക് കാറ്റുവീഴ്ച ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. മാത്രമല്ല ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ഡ്വാർഫ് വെറൈറ്റി എന്ന് പറയുന്നത് മലയൻ യെല്ലോ ഡ്വാർഫാണ്. സാർ, ഇതിനകത്ത് ഒരു ചോദ്യം, സാധാരണ ഈ കുറി ഇനങ്ങളെ പറ്റി നമുക്കൊരു ഒരു ഒരു പരാതിയല്ല, ഒരു ദോഷവശം പറയുന്നത് ഇതിനകത്ത് കൊപ്രയുടെ അളവും അതുപോലെ തന്നെ എണ്ണയും കുറവാണെന്നുള്ള ഒരു രീതിയാണ്. അപ്പോൾ അത് സ്വാഭാവിക, അത് ഭാഗികമായിട്ട് മാത്രമാണ് ശരി. പൊതുവേ ഈ കുറിയതെന്ന് പറയുമ്പോൾ അതിൻ്റെ എല്ലാ ഇതും തടി മാത്രമല്ല, ഓലയും പൂങ്കുലയും അതേപോലെ തന്നെ തേങ്ങയും ചെറുതാണ്. തേങ്ങ ചെറുതാകുമ്പോൾ തന്നെ അതിൽ നിന്നുള്ള കൊപ്രയുടെ തോതും കുറയും. സാധാരണ നെടിയിനത്തിൽ നിന്ന് നമുക്കൊരു 180-200 ഗ്രാം കൊപ്ര നമുക്ക് കിട്ടാം. ആ സമയത്ത് കുറിയനം ചാവക്കാടൻ പച്ചയിൽ നിന്നൊരു 90 ഗ്രാം കൊപ്ര മാത്രമേ കിട്ടാൻ സാധിക്കുന്നുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊക്കെ അപേക്ഷിച്ച് നമുക്ക് മലയൻ കുറിയ പച്ച എന്ന അത് തനതായിട്ടൊരു കുറിയനമെന്ന് പറയാനും പറ്റില്ല. ഇടത്തരം പൊക്കം വയ്ക്കുന്നൊരു സൈസാണ്. അതിൽ നമുക്കൊരു 170 ഗ്രാം വരെ കൊപ്ര കിട്ടുന്നുണ്ട് ശരാശരി. ബാക്കി എല്ലാ കുറിയനങ്ങളും ഒരു 100, 125, 130, 150 താഴെയാണ് അതിൽ നിന്നൊക്കെ കിട്ടുന്ന കൊപ്രയുടെ അളവ്. പിന്നെ ഇത് ഉണങ്ങിക്കഴിയുമ്പോൾ നാടൻ ഇനം ഉണങ്ങി മൊത്തം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടുമെങ്കിലും ഈ കുറിയനം ഉണക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു മാതിരി വഴുവഴുപ്പ് പോലെ ചിലപ്പോൾ കാണാറുണ്ട്, ശരിയായ രീതിയിൽ ഉണങ്ങിയില്ലെങ്കിൽ. പക്ഷേ ഈ കുറിയനങ്ങളിലും നെടിയനങ്ങളും കിട്ടുന്ന ഇപ്പം വെളിച്ചെണ്ണയുടെ തോതെന്ന് പറയുന്നത് 65-നും 68-നും ഇടയ്ക്ക് തോതാണ്. അതിൽ കുറവില്ല. പക്ഷേ ഇത് കൊപ്ര കുറവായതുകൊണ്ട് അതിൽ നിന്നുള്ള വെളിച്ചെണ്ണയും സ്വാഭാവികമായിട്ടും കുറയും. ഇപ്പം മലയൻ കുറിയ സാർ, നമുക്ക് ഒരു കോൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ആരാ വിളിക്കുന്നേ? ഇത് പയ്യന്നൂരിൽ നിന്ന് വിശ്വാസം പറഞ്ഞാൽ വിളിച്ചതാ. ചോദ്യം ചോദിച്ചോളൂ. യേശുദാസ് കണ്ണൂരിൽ നിന്ന് ഒരാളാ. ആയിക്കോട്ടെ, പറഞ്ഞോളൂ. സാർ, ഈ കല്ലുവെട്ട് കുഴിയിൽ ഈ കുറിയനം ഇനം വെക്കാൻ പറ്റുമോ? കേരളത്തിലെ എല്ലാ പ്രദേശത്തും നമുക്ക് ഈ കുറിയനം വെക്കാൻ സാധിക്കും. കാരണം നമ്മൾ പറയുന്നത് കല്ലുവെട്ടുള്ള പ്രദേശങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ആഴത്തിലുള്ള കുഴികൾ എടുക്കുന്നത്. സാധാരണ ഒരു 3 അടി നീളം വീതി താഴ്ചയുള്ള കുഴികളാണെങ്കിൽ അവിടെ അതിൻ്റെ ഒരു 1.5 ഇരട്ടി, ഒരു 1.5 മീറ്റർ താഴ്ചയിലും വീതിയിലുമുള്ള കുഴികളെടുത്ത് ആവശ്യത്തിനുള്ള ചരളും മറ്റ് മേൽമണ്ണും ഒക്കെ ഇട്ട് നിറയ്ക്കുക. നമുക്ക് കുറിയനം തീർച്ചയായിട്ടും നമ്മുടെ ഈ പറയുന്ന വടക്കൻ കേരളത്തിലുള്ള നിലമ്പൂരും മുണ്ടേരിയിലുമൊക്കെ ഇഷ്ടം പോലെ കുറിയനം കൃഷി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. ഉത്തരം പിടികിട്ടിയോ? ശരി. ചോദ്യം ചോദിച്ചതിന് നന്ദി. ഓക്കെ സാറ്, നമ്മൾ പറഞ്ഞ ആ ഇനങ്ങളുടെ പ്രത്യേകത പറഞ്ഞു, കൊപ്രയുടെ കണ്ടന്റ് പറഞ്ഞു. അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട്, അതായത് കറിക്ക് അരയ്ക്കുന്നതിന് മറ്റുമൊക്കെ യോജ്യമാണോ, അതോ കരിക്കിന് മാത്രം ഉള്ള ഒരു ഇനമായിട്ടാണോ നമ്മളതിനെ കരുതുന്നത്? ഞങ്ങൾ വിത്ത് തേങ്ങാ ശേഖരണവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സർവേയിലേക്ക് പല ജില്ലകളിലും പല വീടുകളിലും പോകാറുണ്ട്. അപ്പോൾ പല വീട്ടമ്മമാരും പറയുന്നത് ചാവക്കാടൻ കുറിയ പച്ചയുടെ വെളിച്ചെണ്ണയ്ക്ക് പൊതുവെ കൊളസ്ട്രോൾ, അവരുടെ ഭാഷയിൽ കൊളസ്ട്രോൾ കട്ടി കുറവാണ്. അപ്പം ഹാർട്ട് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ അവരുടെ അച്ചായമാർക്കൊക്കെ അവർ ഇതിലാണ് പാചകം ചെയ്ത് കൊടുക്കുക. അപ്പോൾ ശാസ്ത്രീയമായിട്ട് അത് പറയുകയാണെങ്കിൽ പൊതുവെ ഈ വെളിച്ചെണ്ണയിൽ ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതിൽ കുറിയനത്തിലാണ് ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ളത്. അതിൻ്റെ തോത് കൂടുതൽ നാടനിനത്തിലെ അപേക്ഷിച്ച് 25-40% വരെ ഫാറ്റി ആസിഡ്സ്, ഈ പറയുന്ന പോലെ കൊഴുപ്പ് കണികകൾ അല്ലെങ്കിൽ കൊഴുപ്പ് അമ്ലത കൂടുതൽ ഈ കുറിയനത്തിലുണ്ട്. മാത്രമല്ല ലിനോലിക് ആസിഡ് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഫാറ്റി ആസിഡ് ഈ ചാവക്കാടൻ കുറിയ പച്ചയിൽ കുറച്ചധികമായിട്ടുള്ളതായിട്ട് കാണുന്നു. മാത്രമല്ല നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും വേണ്ടിയത് നമുക്ക് ഈ ഫാറ്റി ആസിഡ്സിലും അതുപോലെ തന്നെ വെളിച്ചെണ്ണയിലും ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്, പൂരിത കൊഴുപ്പുകൾ കുറയണം. അത് ചാവക്കാടൻ കുറിയ പച്ചയിൽ ഈ നാടനെ അപേക്ഷിച്ച് കുറച്ച് കുറവാണ് ഈ സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ്. കൊളസ്ട്രോൾ ഉള്ളവർക്ക് കൂടുതൽ നല്ലതാണെന്ന് ശാസ്ത്രീയമായിട്ട് തന്നെ നമുക്കിത് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. സാർ, അതുപോലെ തന്നെ ഈ തൈ കണ്ടാൽ കുറിയ ഇനത്തിൻ്റെ ആണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ എന്തെങ്കിലും തിരിച്ചറിയാനായിട്ട് എന്തെങ്കിലും മാർഗങ്ങളുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ഈ നെടിയനം തൈകൾ 1 വർഷം ആകുമ്പോൾ അതിൻ്റെ ഈ സാധാരണ ആ സമയമാകുമ്പോൾ ഒരു 6 ഓലയൊക്കെ ഉണ്ടാവാറുണ്ട്. അതിൽ 6ാമത്തെ ഓലയിൽ ചിലപ്പോൾ ഓലക്കാല് വിരിഞ്ഞു തുടങ്ങും. പക്ഷെ കുറിയനത്തിൽ ഒരു 4ാമത്തെ ഓല ആകുമ്പോൾ തന്നെ ഒരു 9 മാസം അല്ലെങ്കിൽ 7 മാസം ആകുമ്പോൾ തന്നെ നാം ഈ ഓലക്കാലുകൾ വിരിഞ്ഞ് മാറുന്നുണ്ട്. മാത്രമല്ല നെടിയനത്തെ അപേക്ഷിച്ച് ഈ നഴ്സറിയിൽ തന്നെ അതിൻ്റെ പൊക്കവും കുറവാണ്. അപ്പോൾ അത് വെച്ച് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നെടിയനം നമുക്ക് 1 വർഷം പ്രായമാകുമ്പോൾ നെടിയനവും കുറിയനവും അടുത്തടുത്ത് നിൽക്കുകയാണെങ്കിൽ നെടിയനത്തിൻ്റെ ഓല കാലുകൾ വെച്ച് കഴിഞ്ഞാൽ ഓല ഒട്ടിയായിരിക്കും ഇരിക്കുക സാധാരണ. അതിൻ്റെ ഓല കാലുകൾ വിരിഞ്ഞു തുടങ്ങുന്നുണ്ടാവില്ല. പക്ഷേ കുറിയനത്തിൽ ഒരു ചിലപ്പോഴൊക്കെ 6ാം മാസം തൊട്ട് തന്നെ ഓല കാലുകൾ അത് വിരിഞ്ഞു തുടങ്ങും. അത് ലീഫ്ലെറ്റ്സ് സെപ്പറേറ്റ് ആയിട്ട് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. സാർ, ഒരു കോള് നമുക്കുണ്ട്. ഹലോ
ആരാ വിളിക്കുന്നേ? അനീഷ് പെരുമ്പാവൂർ നിന്നാണ്. പെരുമ്പാവൂർ അജീഷ്. സാറേ, എനിക്ക് അറിയണ്ടേ ഒരു ഏക്കറിൽ നമുക്ക് ഏകദേശം എത്ര തെങ്ങ് വെച്ചുപിടിപ്പിക്കാന്നുള്ളതാണ് അറിയേണ്ടത്. ഒരു ഹെക്ടർ കണക്കാണെങ്കിൽ 175, നമ്മൾ 7.5 മീറ്ററിന്റെ പിന്നെ സ്പേസിങ്ങിലാണ് വെക്കുന്നതെങ്കിൽ നമുക്ക് 175 എണ്ണം വെക്കാൻ പറ്റും. ഒരു ഏക്കറിലാണെങ്കിൽ നമുക്ക് ഒരു 75 എണ്ണം വരെ നമുക്ക് വെക്കാൻ സാധിക്കും. അപ്പോൾ കുറി അതിനകത്ത് സാർ ഒരു ചോദ്യം, അതിനകത്ത് നമുക്ക് എത്ര മറ്റേ നമുക്കൊരു ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നേ? ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചെയ്യാനാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ലേ? എന്തോ ജാതി ഒക്കെ ചെയ്യാൻ പറ്റും. ഇടവിള കൃഷിയോട് ചേർത്ത് ചെയ്യുകയാണെങ്കിൽ ഈ തെങ്ങിന്റെ ഒരു വളർച്ചാ നിരക്ക് വെച്ച് ആദ്യത്തെ 8 വർഷം നമുക്ക് വാർഷിക വിളകളാണ് ഇടവിളകളായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. പച്ചക്കറി, കപ്പ, വാഴ അങ്ങനെയുള്ള വിളകളാണ് നമുക്ക് ഇടവിളയായിട്ട് ചെയ്യാൻ പറ്റുന്നത്. 8 തൊട്ട് 16 വർഷം വരെ ഇതിൻ്റെ അകത്ത് സൂര്യപ്രകാശം കിട്ടുന്നത് വളരെ നന്നേ കുറവാണ്. ഷെയ്ഡിങ് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ പെരണിയലായിട്ടുള്ള ദീർഘകാല വിളകൾ 16-ാം വർഷം തൊട്ട് വേണം നമ്മൾ അതിൻ്റെ അകത്ത് കൃഷി ചെയ്യാനായിട്ട്. അപ്പം ആദ്യത്തെ 8 വർഷം വാർഷിക വിളകളും 8 തൊട്ട് 16 വർഷം വരെ നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ വാർഷികമോ അതേപോലെ പിന്നെ ദീർഘകാല വിളകളോ കൃഷി ചെയ്യാതിരിക്കുക. 16-ാം വർഷം തൊട്ട് നമുക്ക് എത്ര വർഷം വരെ വേണമെങ്കിലും നമുക്ക് ദീർഘകാല വിളകൾ കൃഷി ചെയ്യാം. പക്ഷേ ഒരു പുരയിടത്തിൽ ജാതി നിപ്പുണ്ട്. ആ ജാതി നമുക്ക് പറിച്ച് കളയാതെ നമുക്ക് കുറച്ച് അതിൻ്റെ ശേഖരങ്ങളൊക്കെ അടർത്തി മാറ്റി നമുക്ക് പുതിയ തൈ വെച്ച് നമുക്ക് ജാതി നഷ്ടപ്പെടുത്താതെ തന്നെ നമുക്കത് കൃഷി മുന്നോട്ട് ഈ തെങ്ങിൻ തൈകൾ വെക്കാം. അതുകൊണ്ട് തെങ്ങിലൊരു ദോഷം ഉള്ളതായിട്ട് നമ്മൾ തൽക്കാലം കാണുന്നില്ല. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ CPCRIയുടെ വേറെ സപ്പോർട്ടുകളുണ്ട്? നമുക്കൊരു ഫാം വിസിറ്റ് അങ്ങനെയുള്ള ഇതൊക്കെ ഉണ്ടാവില്ല. അപ്പൊ നമ്മളുടെ ലാൻഡിൽ വന്നിട്ട് നമുക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ പറഞ്ഞു തരണം, ട്രെയിനിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു തരുമോ? പരിശീലനം നമുക്ക് CPCRIയിൽ കാസർഗോഡേക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കായംകുളം ആണെങ്കിൽ ഒരു കത്തയക്കുക. ഏത് മേഖലയിലാണ് നിങ്ങൾക്ക് ട്രെയിനിങ് ആവശ്യമായിട്ടുള്ളത്? പല മാസങ്ങളിലും പല ട്രെയിനിങ് കൊടുക്കാറുണ്ട്. സംയോജിത വളപ്രയോഗം, അല്ലെങ്കിൽ കീടരോഗ നിയന്ത്രണം, അല്ലെങ്കിൽ തൈ ഉൽപ്പാദനം, സംഭരണ പ്രക്രിയ, അങ്ങനെ പല മാസങ്ങളിൽ പല ട്രെയിനിങ്ങാണ്. അപ്പോൾ അടുത്ത് വരുന്ന ട്രെയിനിങ്ങിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. അതല്ല നിങ്ങൾക്ക് നിങ്ങളുടെ തോട്ടം ഇടയ്ക്കിടയ്ക്ക് വിസിറ്റ് ചെയ്യാനാണെങ്കിൽ അതിന് നിങ്ങൾക്ക് നിങ്ങളൊരു അപേക്ഷ തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ തോട്ടം ഞങ്ങൾ വന്ന് അവിടെ നിങ്ങളുടെ പ്ലോട്ടിൽ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ, പക്ഷേ എല്ലാ മാസവും വന്ന് നിങ്ങൾക്ക് നിർദ്ദേശം തരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഞങ്ങളുടെ ഒരു ക്ലൗഡ് എന്ന് പറഞ്ഞ ഒരു കൽപ്പ ഒരു സോഫ്റ്റ്വെയർ വന്നിട്ടുണ്ട്. ആ സോഫ്റ്റ്വെയറിൽ നമ്മുടെ ഒരു പ്രാവശ്യം ഞങ്ങൾ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ കൽപ്പ ഞങ്ങളുടെ CPCRI സൈറ്റിലുണ്ട്. CPCRIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൽപ്പ കാണാം. കൽപ്പയിൽ കയറി നിങ്ങൾക്കുള്ള സംശയങ്ങൾ, എന്തെങ്കിലും രോഗമായിരിക്കാം, അല്ലെങ്കിൽ കീടരോഗബാധയായിരിക്കാം, അല്ലെങ്കിൽ ഏത് പ്രശ്നമായാലും ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോണിലൂടെ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പരിഹാരം പറഞ്ഞു തരാൻ സാധിക്കും. ഉത്തരം കിട്ടിയല്ലോ? ചോദ്യം ചോദിച്ചതിന് നന്ദി സാർ. നമ്മൾ നേരത്തെ അജീഷ് പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ തൈകൾ എവിടെ കിട്ടും, അത് പലരും വന്ന് ചോദിക്കുന്നൊരു കാര്യമാണ്. ഓതറൈസ്ഡ് ആയിട്ടുള്ള, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങൾ വിശ്വാസ്യമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് സാർ ഒന്ന് വ്യക്തമായി പറയാം. അപ്പോൾ ഈ കുറിയനം കൂടുതൽ പോപ്പുലറൈസ് ചെയ്ത് കിട്ടുന്ന ഈ ഒരു കഴിഞ്ഞ ഒരു 5, 6 അല്ലെങ്കിൽ 10 വർഷം എന്ന് പറയാൻ സാധിക്കും. അപ്പം ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഒട്ടനവധി നഴ്സറികൾ സർക്കാർ മേഖലയിലും പ്രൈവറ്റ് മേഖലയിലും വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്നത് തീർച്ചയായിട്ടും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന നഴ്സറികൾ തന്നെയാണ്. അപ്പോൾ CPCRIയുടെ കാസർഗോഡ്, കായംകുളം, അതുപോലെ കാർഷിക സർവകലാശാലയുടെ ബാലരാമപുരം, പിലിക്കോട്, അതുപോലെ മണ്ണുത്തി കാർഷിക സർവകലാശാലയുടെ, പിന്നെ നാളികേര വികസന ബോർഡിൻ്റെ ഫാമും നിങ്ങൾക്ക് ഡിപ്പെൻഡ് ചെയ്യാം. ഇതുകൂടാതെ ഇപ്പോൾ നാളികേര ഉൽപ്പാദക സംഘങ്ങളൊക്കെ തൈ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അവരൊക്കെ പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വിത്ത് തേങ്ങ കൊണ്ടുവന്നു. അപ്പം നമുക്ക് ഈ സ്ഥാപനത്തിൽ എത്രമാത്രം വിശ്വാസമുണ്ട് എന്നനുസരിച്ചിരിക്കും. പക്ഷേ പല പ്രൈവറ്റ് നഴ്സറികളും അവർ കൃത്യമായിട്ട് മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ, ഇപ്പോൾ എൻ്റെ ഒരു കണക്ക് പറയുകയാണെങ്കിൽ ഒരു തോട്ടത്തിൽ പോയി ഒരു 4000 മാതൃവൃക്ഷ മരങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ അതിലൊരു 10-5% മാത്രമേ നമുക്ക് വിത്ത് പാക്കുതേങ്ങെന്ന് പറഞ്ഞ് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആ 5% തെങ്ങിൽ നിന്ന് മാത്രമാണ് നമ്മൾ വിത്ത് ശേഖരിക്കേണ്ടത്. അങ്ങനെ ശേഖരിച്ചുണ്ടാക്കുന്ന തൈകൾക്കാണ് ആ ഗുണനിലവാരം ഉണ്ടാവുക. പക്ഷേ പലപ്പോഴും ഇതിൻ്റെ ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് പല നഴ്സറികളും ഈ പറയുന്ന മറ്റ് ആന്ധ്രയിലും തമിഴ്നാട്ടിലൊക്കെ പോയി വിത്ത് കൊണ്ടുവരികയും ഒരു മാനദണ്ഡവും പാലിക്കാതെ തൈ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് പറ്റിച്ച് പല പേരിൽ ആന്ധ്രയിൽ നിന്നുള്ള തൈയാണെന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നതായിട്ട് നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്നോണം ഇപ്പോൾ നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡ് അക്രഡിറ്റേഷൻ നമുക്ക് ഈ കോളേജിനൊക്കെ
നാക് അക്രഡിറ്റേഷൻ ഉള്ളതുപോലെ NHB നാഷണൽ ഹോർട്ടിക്കൾച്ചർ ബോർഡിൻ്റെ ഒരു അക്രഡിറ്റേഷൻ വന്നിട്ടുണ്ട്. അതിന് നമ്മുടെ ഈ ഹോട്ടലുകൾക്കൊക്കെ സ്റ്റാർ റേറ്റിംഗ് എന്ന് പറയുന്ന പോലെ നമ്മുടെ നഴ്സറിക്ക് നമുക്ക് 5 സ്റ്റാർ റേറ്റിംഗ് വരെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ CPCRയുടെ കാസർഗോഡ് ഞങ്ങളുടെ നഴ്സറിക്ക് 4 സ്റ്റാർ റേറ്റിംഗ്, അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റേറ്റിംഗ് ആണ്. കായംകുളത്തിനും 3 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള 2 നഴ്സറികൾ ഇത് തന്നെയാണ്. അവിടെ ഏത് സമയത്താണ് നമുക്കത് കർഷകർക്ക് ഇത് ലഭ്യമാകുന്നത്? അപ്പോൾ കാസർഗോഡ് നമ്മൾ എപ്പോൾ വേണമെങ്കിലും കത്തയക്കാം. പോസ്റ്റ് കാർഡിൽ കത്തയച്ചു കഴിഞ്ഞാൽ അത് അവിടെ അവർ അതിൻ്റെ ഒരു മെയ് മാസമൊക്കെ ആകുമ്പോൾ മറുപടി അയക്കും. നിങ്ങൾ ജൂൺ മാസം ഇന്ന ദിവസം വന്ന് തൈ എടുത്തു. കൃത്യമായ ഒരു ദിവസം തന്നെ പറഞ്ഞിട്ട് ഒരു 2-3 ദിവസത്തെ ഡേറ്റ് വരും. കായംകുളത്തേക്കാണെങ്കിൽ ഞങ്ങൾ മാർച്ച് 1, 2, 3, 4 തീയതികളിൽ ഞങ്ങളൊരു രജിസ്ട്രേഷൻ, ഒരു ഓൺലൈൻ ഒരു സ്പോട്ട് രജിസ്ട്രേഷനാണ്. ആൾക്കാരോ അവരുടെ പ്രതിനിധികളോ അവിടെ അവരുടെ റേഷൻ കാർഡും കരമടച്ച രസീതുമായിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ അവർക്കൊരു ഇഷ്യൂ സ്ലിപ്പ് കിട്ടും. നിങ്ങൾക്ക് ജൂൺ മാസം നിങ്ങൾക്ക് 10 തൈ അലോട്ട്, അതിൽ ഇത്ര എണ്ണം കുറിയതാണ്, ഇന്നതാണ് വില. ആ പണവുമായിട്ട് ജൂണിൽ വരിക. സാർ ഒരു കോൾ നമ്മൾ വെയിറ്റ് ചെയ്യുന്നു. ഹലോ, ആരാ വിളിക്കുന്നത്? ഹോൾഡ് ചെയ്യോ. ആ പറഞ്ഞോളൂ. ഹലോ മാഡം, പിന്നാണെങ്കിലേ വയലിലെ ആരാ വിളിക്കുന്നത്? പേരൊന്ന് പറയോ? ഹലോ, സുനിൽ കുണ്ട്ര. സുനിൽ കുണ്ട്ര. മാഡം, അത് വയലിലാണെങ്കിലേ കുറച്ച് തെങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അത് വന്നിട്ട് ഈ ഒരു 2-3 വർഷം ആവുമ്പോഴത്തേക്ക് തെങ്ങിനകത്താണെങ്കിൽ ഈ ചെല്ലി അതിന്റെ തണ്ടില്, തെങ്ങിന്റെ തണ്ടില്, അതായത് തടിയില്, അപ്പൊ അത് കേറിയിട്ട് നമ്മൾ അറിയത്തേ ഇല്ല കേറുന്നത്. അപ്പം ഇത് കേറി തെങ്ങ് ഒരു മാസം കഴിഞ്ഞ് തെങ്ങ് അങ്ങ് തറയിൽ വീഴും. ഇലയെല്ലാം പഠിച്ച് തെങ്ങ് അങ്ങ് തറയിൽ വീഴും. തെങ്ങ് വീണ് കഴിയുമ്പോഴായിരിക്കും നമ്മൾ ചെന്ന് നോക്കുമ്പം നിറയെ ഒരു മഞ്ഞച്ചെല്ലി മാതിരി ഒരുപാട് കിടക്കുന്നു. തെങ്ങ് നശിച്ചു കഴിഞ്ഞായിരിക്കും നമ്മൾ അറിയുന്നത്. ഇത് മണ്ടപ്പുഴുവിന്റെ ആക്രമണമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഇത് പൊതുവെ നമ്മൾ ഈ ചിത്രം കാണിക്കാം. അപ്പൊ ഇതില് നമുക്ക് ഇതിന്റെ ഓലയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുറിവുണ്ടാകുമ്പോൾ ആ മുറിവിലൂടെ ഈ പറയുന്ന മണ്ടപ്പുഴുവിന്റെ ചെല്ലി, ചുമന്ന ചെല്ലി അവിടെ വരികയും മുട്ടയിടുകയും ആ മുട്ട പുഴുവായി മാറുമ്പോൾ ആ പുഴു മൊത്തം ഈ മണ്ട തിന്നുകയും നമ്മളിത് അറിയാൻ വളരെ താമസിക്കും. ചെല്ലിയുടെ പടം സാറിന്റെ? ആ ചെല്ലിയുടെ പടമുണ്ട്. കാരണം അവർക്കത് തിരിച്ചറിയാൻ എളുപ്പമായിരിക്കും. അത് കാണുമ്പം ആ ഒരു അല്ല, ഇതിപ്പം കണ്ടോ ഈ ചിത്രത്തിൽ കാണാമോ? ഈ ചെല്ലിയും ഈ പുഴുക്കളുമാണ് വരിക. അപ്പൊ ഈ ചെല്ലിയുടെ ഒരു പ്രത്യേകത, ഇത് സ്വതവേ ഒരു ദ്വാരം ഉണ്ടാക്കി തെങ്ങിൽ ആക്രമിക്കുന്നില്ല. കൊമ്പൻ ചെല്ലി ഉണ്ടാക്കിയ ദ്വാരങ്ങളിൽ ഇത് വരികയും അവിടെ മുട്ടയിടുകയുമാണ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ്. ഈ ചിത്രത്തിൽ കാണാമോ? ചിത്രത്തിൽ നോക്കിയാട്ടെ. ഈ പറയുന്ന ചെല്ലിയാണോ ഈ പുഴുക്കളും? കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ തടയാനായിട്ട് നമ്മൾ സാധാരണ തെങ്ങിൽ നമ്മൾ വെട്ടാനൊക്കെ നോക്കുമ്പോൾ ഓലയും വെട്ടാറുണ്ട്. ഓല വെട്ടുമ്പോൾ മടലിനോട് ചേർത്ത് അല്ലെങ്കിൽ തടിയോട് ചേർത്ത് വെട്ടുന്ന ആ പ്രവണത ഒഴിവാക്കുക. ഒരു മീറ്ററെങ്കിലും വിട്ട് നമ്മൾ മടൽ വെട്ടുക. മാത്രമല്ല നമ്മൾ ഒരു തരത്തിലുള്ള മുറിവും, സാധാരണ ഈ പറയുന്ന കൊല്ലം ജില്ലയിലൊക്കെ കൊതയിടുന്ന ഒരു രീതിയുണ്ട് തെങ്ങ് കയറാനായിട്ട്, അത് ഒഴിവാക്കുക. ഏത് തരത്തിലുള്ള മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്ന് പ്രത്യേക ഗന്ധം വരികയും ചെല്ലി അതിൽ ആകർഷിക്കപ്പെട്ട് അവിടെ വന്നത് മുട്ടയിടുന്നു. ആ മുട്ട ആണ് ഈ പുഴുവായി മാറുകയും ഒക്കെ ചെയ്യുന്നു. സുനിലിന് മനസ്സിലായോ? അപ്പൊ ഇത് നമുക്ക് പരിഹാരവും കൂടെ ഉണ്ട്. പരിഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമിഡ ക്ലോപ്രിഡ് എന്ന് പറഞ്ഞ ഒരു കീടനാശിനിയുണ്ട്. വലിയ കുഴപ്പമില്ലാത്തൊരു കീടനാശിനിയാണ്. 1 ലിറ്ററിൽ 1 ml കലക്കുക. അത് നമ്മൾ എവിടെയാണ് മുറിവുണ്ടാകുന്നത് ആ മുറിവുള്ള ഭാഗത്തും മണ്ടയൊക്കെ തെളിച്ച് ഈ പറയുന്ന ഇമിഡ ക്ലോപ്രിഡ്, അത് കടകളിൽ കോൺഫിഡോർ അല്ലെ ടാറ്റ ഇമിഡ എന്ന പറഞ്ഞ പേരിൽ കിട്ടും. അത് കൂടുതലല്ല, 1 ലിറ്റർ വെള്ളം എടുക്കുകയാണെങ്കിൽ അതിൽ 1 മില്ലി മാത്രം ഒഴിക്കുക. ആ ലായനി നമ്മൾ തെങ്ങിന്റെ മണ്ടയിൽ ഒഴിച്ചു കൊടുക്കുക. സുനിലെ, ഉത്തരം കിട്ടിയല്ലോ. അത് കീടങ്ങളെ പറ്റിയുള്ള സംശയമാണ് അതിനകത്ത് വന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നത് സാറിന് തൈകൾ അവൈലബിൾ ആയിട്ട് കിട്ടുന്ന സമയം ഞാൻ പറഞ്ഞു. CPCRയുടെ കാര്യം പറഞ്ഞു. നാളികേര വികസന ബോർഡിലും ഏറെക്കുറെ ഈ അപേക്ഷകൾ അയച്ചു കഴിഞ്ഞാൽ അവിടെയും കുറിയനവും സങ്കരയനവും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്, അതും കിട്ടാറുണ്ട്. കാർഷിക സർവകലാശാല എല്ലാ സ്ഥലങ്ങളിലും ഒരാൾക്ക് എത്ര തൈ വീതം കൊടുക്കും? CPCRയിൽ ഏറെക്കുറെ ഒരു 10 തൈ വീതം കൊടുക്കാറുണ്ട്. പിന്നെ കൂടാതെ ഞങ്ങളുടെ കായംകുളം ഈ പ്രാദേശിക കേന്ദ്രത്തിൽ നല്ല കൃഷിക്കാരാണെന്നും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ പുരയിടത്തിൽ പോയി ഞങ്ങൾക്കൊരു അപേക്ഷ കിട്ടുന്നത് മുറയ്ക്ക്
ഒരു 400 അപേക്ഷ 500 അപേക്ഷ കിട്ടുകയാണെങ്കിൽ അതിൽ ഏറ്റവും തിരഞ്ഞെടുത്ത ഒരു 50 അല്ലെങ്കിൽ 100 പേർക്ക് നമുക്ക് കൂടുതൽ 50 100 തൈ വരെ കൊടുക്കാനുള്ള ഒരു പദ്ധതി കൂടെ ഉണ്ട്. അപ്പോൾ ജെനുവിൻ കർഷകർക്ക് കൂടുതൽ തൈ കൊടുക്കുക, മറ്റേത് വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് 1 2 വേണ്ടുന്നവർക്ക് 1 2 തൈ കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു സ്ട്രാറ്റജി. ഒരു തൈക്ക് എത്ര വിലയാണ്? കുറിയനം തൈകൾക്ക് CPCRയുടെ കായംകുളത്തും കാസർഗോഡും ഒക്കെ 200 രൂപയാണ് വെച്ചിരിക്കുന്നത് ഈ വർഷം. ഈ ജൂണിൽ തൈകൾക്ക് സങ്കരയിനത്തിനും CPCRയ്ക്ക് ഇപ്പം 200 രൂപയാണ് ഈ വർഷം വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സങ്കരയിനത്തിന് 225 കുറിയനത്തിന് 100 രൂപയുമായിരുന്നു. സാർ, ഈ ജൂൺ മാസം മാത്രമേ അത് കിട്ടത്തുള്ളൂ? പൊതുവേ നമ്മൾ വിതരണം ചെയ്യുന്നത് ജൂൺ മാസത്തിലാണ്, മെയ് അവസാനം അല്ലെങ്കിൽ ജൂണിലാണ്. അപ്പോൾ ആ പീരീഡിൽ തന്നെ മഴയോട് ചേർന്ന് ആ പീരീഡിൽ തന്നെ മുഴുവൻ തൈയും വിറ്റു പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഒരു പ്രത്യേക കാര്യം. എപ്പോഴെങ്കിലും വിൽക്കാതെ പോവുകയാണെങ്കിൽ അടുത്ത മഴയ്ക്ക് നമുക്ക് ഒക്ടോബർ നവംബറിലുള്ള മഴയ്ക്ക് നമുക്ക് തുലാമഴയ്ക്കും ആ സമയത്ത് നമുക്ക് തൈ കൊടുക്കാൻ സാധിക്കും. ഞങ്ങൾക്ക് കൂടുതൽ തൈകളുണ്ടെങ്കിൽ അപേക്ഷകൾ കിട്ടുന്ന മുറയ്ക്ക് നമുക്ക് ഒക്ടോബർ നവംബറിലും കൊടുക്കാൻ സാധിക്കും. സാർ, ഈ കുറിയനം തെങ്ങുകൾ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ രോഗകീടങ്ങൾ ഉണ്ടാവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ, അതോ നെടിയനത്തെക്കാളും കുറച്ചാണോ? ഞാൻ നേരത്തെ പറഞ്ഞു, കാറ്റുവീഴ്ച രോഗം പ്രതിരോധിക്കാനാണ് കുറിയനങ്ങൾ പോപ്പുലറൈസ് ചെയ്തത് CPCRA തന്നെ. അപ്പം കാറ്റുവീഴ്ച രോഗം ഉള്ള പ്രദേശത്ത് ചാവക്കാടൻ കുറിയ പച്ചയുടെ ഒറിജിനൽ തൈകളും മലയൻ കുറിയ പച്ചയുടെ ഒറിജിനൽ തൈകളും, അപ്പോൾ അത് നമ്മൾ വിശ്വസനീയമായ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങുക. 2, ഈ കുറിയനങ്ങൾക്ക് അതിന് കരിക്കിനാണ് അത് കൂടുതൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഭാഗത്തിനും സ്വാദ് കൂടുതലുണ്ട്. ഓലയ്ക്കാണെങ്കിലും എവിടെയും സ്വാദ് കൂടുതലുള്ളത് കൊണ്ട് ചെല്ലി കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, കൊമ്പൻ ചെല്ലിയും കറുത്ത ചെല്ലിയും കൂടുതൽ ഇതിനെ ഇഷ്ടപ്പെടുന്നത് ഈ കുറിയനത്തിലാണ്. അത് പൊതുവേ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത് എന്തെങ്കിലും മുറിവ് വരുമ്പോഴാണ്. ഇപ്പോൾ കുറിയനത്തിൻ്റെ ഓലയ്ക്കൊക്കെ ദൃഢത കട്ടി കുറവായതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ മുകളിൽ കയറിയിരിക്കുമ്പോൾ അത് ഒടിഞ്ഞു പോകും. ആ ഒടിയുമ്പോൾ തന്നെ അതിൽ പ്രത്യേക തരത്തിലുള്ള ഗന്ധം വരുന്നു. ചെല്ലി ആ പ്രദേശത്ത് എങ്ങാനും പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറിയനങ്ങൾ കണ്ടമാനം നമ്മൾ ഈ പറയുന്ന ഈ കാറ്റുവീഴ്ച ഉള്ള പ്രദേശത്ത് പോപ്പുലറൈസ് ചെയ്യേണ്ട. നമ്മളൊരു 10 എണ്ണം നടുമ്പോൾ ഒരു 4 5 എണ്ണം മാത്രം കുറിയനം, അത് നമുക്ക് നോക്കാൻ പറ്റിയ അവസ്ഥയാണെങ്കിൽ, നമ്മുടെ പറമ്പ് ഒരു 1/2 കിലോമീറ്റർ മാറിയാണ് വേറൊരു സ്ഥലത്താണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ നട്ട് പിന്നെ എപ്പോഴെങ്കിലും പോയി നോക്കുന്ന ഒരു രീതിയാണ് നമുക്കുള്ളതെങ്കിൽ കുറിയനം അനുയോജ്യമേ അല്ല. ആ സമയത്ത് വടക്കൻ കേരളത്തിൽ കാറ്റുവീഴ്ച രോഗം കുറവാണ്. ആന്ധ്രയിലും അതേപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ലക്ഷദ്വീപിലൊക്കെ ആണെങ്കിൽ അവിടെ ഒന്നും ഈ രോഗത്തിൻ്റെ പ്രശ്നമില്ല. അങ്ങനെയുള്ളൊരവസ്ഥയിൽ നമുക്ക് ഏക്കർ കണക്കിന്, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ പൊള്ളാച്ചി, കമ്പം, തേനി ഭാഗത്തുമൊക്കെ ഏക്കർ കണക്കിന് മദ്രാസ് മാർക്കറ്റ് വേണ്ടി മാത്രം കുറിയനങ്ങൾ കൃഷി ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. വടക്കൻ കേരളത്തിൽ സമയം വളരെ കുറഞ്ഞു, ഇനി അധിക സമയം ഇല്ല. ഇന്നത്തെ അതിഥിയുടെ വിലാസം പറയാം. ഡോക്ടർ റെജി ജേക്കബ് തോമസ്, പ്രിൻസിപ്പൽ സയൻറ്റിസ്റ്റ്, CPCRA പ്രാദേശിക കേന്ദ്രം, കായംകുളം. ഫോൺ നമ്പർ 9447104743. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9471044743. സാർ, ഇന്നത്തെ സമയം നമുക്ക് ഏകദേശം തീർന്നിരിക്കുകയാണ്. ചർച്ച ചെയ്യാൻ പറ്റി. ഈ തത്സമയ ഫോണിൻ പരിപാടിയിൽ പ്രേക്ഷകരുടെ എല്ലാ സംശയങ്ങൾക്കും വളരെ വ്യക്തമായിട്ട് മറുപടി പറയും, അതുപോലെ ചിത്രങ്ങൾ കാണിച്ച് വളരെ സജീവമായി ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്ത ഡോക്ടർ റെജി ജേക്കബ് തോമസിന് ദൂരദർശൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. തത്സമയ ഫോണിൻ പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू पोर्ट। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लिप्त यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ.
മണ്ണുത്തിയിൽ ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകൾ വിതരണത്തിന്. സൂക്ഷ്മ മൂലക മിശ്രിതം പെരുമ പുറത്തിറക്കി. റബ്ബറിന് ഇടവിളയായി പച്ചക്കറി കൃഷി ചെയ്യാൻ സഹായം. വിശദമായ വാർത്തകളിലേക്ക്. കേരള കാർഷിക സർവകലാശാലയുടെ മണ്ണുത്തി കാർഷിക ഗവേഷണ കേന്ദ്രം ഗ്രാഫ്റ്റ് പച്ചക്കറി തൈകൾ തയ്യാറാക്കി നൽകുന്നു. വഴുതന, തക്കാളി, മുളക് എന്നിവയുടെ രോഗപ്രതിരോധ ശേഷിയുള്ള മികച്ച ഒട്ടുതൈകളാണ് വിതരണം ചെയ്യുന്നത്. ബാക്ടീരിയൽ വാട്ടം പോലുള്ള രോഗങ്ങൾ ചെറുക്കാൻ കഴിവുള്ളതാണിവ. താൽപര്യമുള്ള കർഷകർക്കും സ്വയം സഹായ സംഘങ്ങളിലെ അംഗങ്ങൾക്കും ഗ്രാഫ്റ്റ് ചെയ്ത പച്ചക്കറി തൈകൾ തയ്യാറാക്കാൻ ഗവേഷണ കേന്ദ്രം പരിശീലനം നൽകും. കൂടാതെ കർഷകർക്ക് ഓർഡർ അനുസരിച്ച് തൈകൾ ഉൽപ്പാദിപ്പിച്ച് നൽകുകയും ചെയ്യും. കേരള സർവകലാശാല ഗാന്ധിയൻ പഠന കേന്ദ്രവും നാഷണൽ സർവീസ് സ്കീമും ചേർന്ന് പഴവർഗ്ഗ സംസ്കരണത്തിലും ചക്ക ഉൽപ്പന്ന നിർമ്മാണത്തിലും സൗജന്യ പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇനിപ്പറയുന്ന വിലാസത്തിൽ ബന്ധപ്പെടേണ്ടതാണ്. കോഓർഡിനേറ്റർ കേരള സർവകലാശാല, ഗാന്ധിയൻ പഠന കേന്ദ്രം, തിരുവനന്തപുരം. ഫോൺ 9446 430831. വാഴയുടെ വളർച്ചയും വിള ഉൽപാദന ശേഷിയും വർദ്ധിപ്പിക്കാൻ പര്യാപ്തമായ പെരുമ സൂക്ഷ്മ മൂലകക്കൂട്ട് കോഴിക്കോട്ടെ പെരുവണ്ണാമൂഴിയിലെ KVK തയ്യാറാക്കി. ഇരുമ്പ്, സിങ്ക്, ബോറോൺ, കോപ്പർ, മാംഗനീസ്, മോളിബ്ഡിനം, മഗ്നീഷ്യം, സൾഫർ എന്നീ 8 സൂക്ഷ്മ മൂലകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. കോഴിക്കോടിനു പുറമെ പത്തനംതിട്ട, എറണാകുളം എന്നീ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളും ഈ സൂക്ഷ്മ മൂലകത്തിന്റെ ഉൽപാദനവും വിപണനവും ആരംഭിച്ചിട്ടുണ്ട്. വിശദവിവരങ്ങൾക്ക് ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0496 266 6041. ഇമെയിൽ kvk@spices.res.in. തൃശൂർ രാമവർമ്മപുരത്തുള്ള മിൽമ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 23 മുതൽ 25 വരെ പോത്തു വളർത്തലിൽ പരിശീലനം നൽകുന്നു. താൽപര്യമുള്ള കർഷകർക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്ന ഫോൺ നമ്പർ 0487 269 5869. റബ്ബറിന് ഇടവിളയായി പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതിന് ധനസഹായം ലഭ്യമാക്കുന്ന പദ്ധതി റബ്ബർ ബോർഡും കൃഷിവകുപ്പും സംയുക്തമായി നടപ്പാക്കുന്നു. റബ്ബർ കൃഷിയുടെ ആദ്യ വർഷങ്ങളിൽ കർഷകന് വരുമാനം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. പദ്ധതിയുടെ നടത്തിപ്പ്, ഉൽപ്പന്ന വിപണനം എന്നിവയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിക്കും. ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ ഇക്കോ ഷോപ്പുകളും ആരംഭിക്കും. ആദ്യത്തെ 4 വർഷമാണ് റബ്ബർ തൈ നട്ട് പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷി ചെയ്യുന്നതിന് സഹായം നൽകുക. കേരള കാർഷിക സർവകലാശാലയ്ക്കുടെ കീഴിലുള്ള മണ്ണുത്തി കമ്മ്യൂണിക്കേഷൻ സെന്റർ കർഷകർക്ക് നൽകുന്ന വിള പരിപാലന നിർദ്ദേശങ്ങൾ. വിഷുവിപണി ലക്ഷ്യമാക്കി പച്ചക്കറി നടുമ്പോൾ നീർവാർച്ചയുള്ള തുറസായ സ്ഥലങ്ങൾ വെള്ളത്തിന്റെ ലഭ്യത അനുസരിച്ച് തിരഞ്ഞെടുക്കണം. വെള്ളരി, പാവൽ, പടവലം, കുമ്പളം, മത്തൻ, പയർ എന്നിവയ്ക്ക് തടം കോരി ചപ്പു ചവറിട്ട് കത്തിച്ച് മണ്ണ് തണുത്തതിനു ശേഷം അരികുവശം കൊത്തിയിറക്കി സെന്റൊന്നിന് 2.5 കിലോ കുമ്മായം ചേർത്തിളക്കി ഒരാഴ്ചയ്ക്ക് ശേഷം ജൈവവളം ചേർത്ത് വിത്തിടാം. വഴുതന, മുളക്, ചീര എന്നിവയുടെ വിത്ത് പാകി മുളപ്പിച്ച ശേഷം തൈകൾ പറിച്ചു നട്ടാൽ മതിയാകും. പച്ചച്ചീരയും ചുവപ്പ് ചീരയും ഇടകലർത്തി വിതയ്ക്കുന്നത് രോഗങ്ങളും കീടങ്ങളും കുറയ്ക്കും. ഇനി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചി 11,200 രൂപ, കോഴിക്കോട് 12,000, തൃശൂർ 11,200, കൊപ്ര കൊച്ചി 7,520, കോഴിക്കോട് 7,700, തൃശൂർ 7,580. കുരുമുളക് അൺഗാർബിൾ 65,900, ഗാർബിൾ 68,900. ചുക്ക് മീഡിയം 13,500, ബസ്റ്റ് 14,500, മഞ്ഞൾ സേലം 9,600, മഞ്ഞൾ ഈറോഡ് 9,800. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000, RSS 4ാം ഗ്രേഡ് 14,500. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 14,100, RSS 4ാം ഗ്രേഡ് 14,600 രൂപ. കമ്പോള നിലവാരം കൊച്ചി. വെളിച്ചെണ്ണ 11,200 രൂപ, കൊപ്ര 7,520, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000, പിണ്ണാക്ക് റോട്ടറി 2,500. കുരുമുളക് അൺഗാർബിൾഡ് 65,900, ഗാർബിൾഡ് 68,900.
ചുക്ക് മീഡിയം 13,500, ബെസ്റ്റ് 14,500, മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 17,000-നും 18,000-നും മധ്യേ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 225-നും 245-നും മധ്യേ. ജാതിക്ക തൊണ്ടില്ലാത്തത് 425-നും 450-നും മധ്യേ. ജാതിപത്രി 500-നും 875-നും മധ്യേ. ഗ്രാമ്പു 735. റബ്ബർ RSS 5ാം ഗ്രേഡ് 14,000, RSS 4ാം ഗ്രേഡ് 14,500, ഒട്ടുപാൽ 10,200, ലാറ്റക്സ് 8,700 രൂപ. കമ്പോള അവലോകനം. കൊച്ചിയിലേക്കുള്ള കുരുമുളക് വരവ് കുറഞ്ഞത് വ്യാപാര രംഗത്ത് മരവിപ്പ് ഉളവാക്കി. പല ഭാഗങ്ങളിലും വിളവെടുപ്പ് പുരോഗമിച്ചിട്ടും കഴിഞ്ഞ സീസണിനെ അപേക്ഷിച്ച് ചരക്ക് വരവ് 3-1 ചുരുങ്ങി. ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മുളകിന് അന്വേഷണങ്ങൾ ഉണ്ടായെങ്കിലും നിരക്ക് ഉയർത്താൻ വാങ്ങലുകാർ തയ്യാറായില്ല. റബ്ബറിന്റെ വിലക്കയറ്റത്തിനിടയിൽ നിക്ഷേപകർ ലാഭമെടുപ്പിന് രംഗത്തിറങ്ങിയത് റെഡി വിപണിയിൽ ചാഞ്ചാട്ടം സൃഷ്ടിച്ചു. അതേസമയം സ്റ്റോക്കിസ്റ്റുകൾ ഷീറ്റ് നീക്കം കുറച്ചത് വ്യവസായികളെ അസ്വസ്ഥരാക്കി. കോട്ടയത്ത് 4ാം ഗ്രേഡ് കിലോ 141 രൂപയിലെത്തി. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21.9 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 35.2, 23. കൊച്ചി 33.4, 21.4. ആലപ്പുഴ 33.5, 22.9. പുനലൂർ 35, 19.5. തിരുവനന്തപുരം കൂടിയ താപനില 32.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22.1 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.